ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 12 ചൊവ്വാഴ്ചയാണ്. അമേരിക്ക ഇറാൻ സമാധാന കരാർ പ്രതീക്ഷകൾ തകർന്നതോടെ ആഗോള വിപണികളിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ സമാധാന നിർദ്ദേശം തള്ളിക്കളയുകയുണ്ടായി. ബ്രണ്ട് ക്രൂഡ് ഓയിൽ ഏകദേശം 5% ഉയർന്ന് $106 ഇന്നലെ എത്തി. ഇതോടുകൂടി തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ദിവസവും ഇന്ത്യൻ ഓഹരി വിപണികൾ ഇടിയുകയുണ്ടായി. ഇന്നലത്തെ ഇടിവ് കുറച്ചുകൂടി വലുതായിരുന്നു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇന്നലെ 1.5% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ താരതമ്യേന നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന മിഡ് ക്യാപ്പ് 1% ഇടിഞ്ഞത്. ഇതുകൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഇന്നലെ വന്ന ഒരു പ്രസ്താവന വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള മറ്റൊരു കാരണം കൂടിയായി. ഇന്ധന ഉപഭോഗം കുറയ്ക്കുക, അനാവശ്യ സ്വർണ്ണ വാങ്ങൽ ഒഴിവാക്കുക, വിദേശ യാത്രകൾ നിയന്ത്രിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ നിക്ഷേപകരിൽ ആശങ്ക വർദ്ധിപ്പിച്ചു. ഇനി നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിഫ്റ്റി എത്തി നിൽക്കുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി തന്നെ നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു വാർത്തയുള്ളത്, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് Q1 2 ലക്ഷം കോടി രൂപ വരെ അണ്ടർ റിക്കവറീസ് നേരിടുന്നതായി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പൂരി അറിയിച്ചു. അണ്ടർ റിക്കവറീസ് എന്നത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയുടെ ഇന്ധനം വിൽക്കുമ്പോൾ സംഭവിക്കുന്ന നഷ്ടസമാനമായ ഒരു വ്യത്യാസമാണിത്. ഇനി അണ്ടർ റിക്കവറീസ് എന്താണ് എന്ന് ലളിതമായി പറയുകയാണെങ്കിൽ, 1 ലിറ്റർ ഡീസലിൻ്റെ വിപണി വില അനുസരിച്ച് 100-ന് വിൽക്കേണ്ട സാഹചര്യമാണ് എന്ന് കരുതുക. പക്ഷേ കമ്പനികൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ 94 രൂപയിലുമാണ് എങ്കിൽ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 6 രൂപയാണ്. അതായത് അണ്ടർ റിക്കവറി ആയിട്ട് ഉണ്ടാകുന്നത് 6 രൂപയാണ്. ഇത് ഒരു ആക്ച്വലി ബുക്ക്ഡ് ആയിട്ടുള്ള ലോസ് അല്ല. റിഫൈനിങ് പ്രോഫിറ്റ്സ്, ഇൻവെൻട്രി ഗെയിൻസ്, സർക്കാർ സഹായം, ഫ്യൂച്ചർ പ്രോഫിറ്റ് ഹൈക്സ് ഇവ വഴി പിന്നീട് കമ്പനികൾക്ക് ഭാഗികമായി പണം വീണ്ടെടുക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇത് അണ്ടർ റിക്കവറീസ് എന്ന പേരിൽ വരുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ കമ്പനികൾ ഈ പറയുന്നത് പോലെ തന്നെ 2 ലക്ഷം കോടി രൂപയുടെ അണ്ടർ റിക്കവറീസ് നേരിടുന്നതായിട്ടാണ് കേന്ദ്രമന്ത്രി തന്നെ പറയുന്നത്. സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകാൻ പോകുന്ന ചില കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ കമ്പനികളെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട മറ്റ് ചില സെക്ടറുകൾ കൂടിയുണ്ട്. ഏവിയേഷൻ സെക്ടർ ഒരു സമ്മർദ്ദം നേരിടാനുള്ള സാധ്യതയുണ്ട്. പെയിൻറ്റ് കമ്പനികളെ സംബന്ധിച്ച് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ടയർ ആൻഡ് ഓട്ടോ ആക്സിലറീസ് കമ്പനികൾ, കെമിക്കൽ ആൻഡ് പെട്രോ കെമിക്കൽ കമ്പനീസ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയ കമ്പനികളെല്ലാം ഈ ഒരു വാർത്തയെ തുടർന്ന് ഫോക്കസിൽ തന്നെയുണ്ട്. ഇനി മറ്റ് വാർത്തകൾ നോക്കുകയാണെങ്കിൽ, US-ഇറാൻ യുദ്ധത്തിന് ശേഷം ഇതാദ്യമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഈ വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടത്തും. ആഗോള വിപണികൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ച കൂടിയായിരിക്കും ഇത്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. തിങ്കളാഴ്ച US ഓഹരി വിപണികൾ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. AI മേഖലയിലെ പ്രതീക്ഷകൾ വിപണിക്ക് കൂടുതൽ പിന്തുണ നൽകുന്നുണ്ട്. കൂടാതെ ഏർണിംഗ് സീസണും മികച്ചതായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും ഇപ്പോൾ ആശങ്കയായി തുടരുന്നത് US-ഇറാൻ സമാധാന ചർച്ചകൾ നിലച്ചു എന്നുള്ളത് തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ വില ഉയരുന്നത്, ഇന്നലെ $106 എത്തിയ ക്രൂഡ് ഓയിൽ ഇന്നും ചെറിയ നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. $105 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിൽ വീക്കായിരുന്നത് ഇന്നലെ ഇൻഫോസിസ് ആയിരുന്നു. 4% ഇടിഞ്ഞു. കൂടാതെ വിപ്രോ 1% ഇടിവുണ്ടാക്കിയപ്പോൾ ബാങ്കിങ് സൈഡിൽ HDFC ബാങ്കാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. 3.36% ഇടിഞ്ഞു. ICICI ബാങ്ക് 1.5% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.7% ഇടിഞ്ഞു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.83% നേട്ടത്തിലുള്ളപ്പോൾ കോസ്പി മാർക്കറ്റ് 0.56% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,730 എന്ന നിലയിൽ 57 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 130 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഫോക്കസിലുള്ള കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം. ആദ്യം Q4 റിസൾട്ടുകളാണ്. ഇന്ത്യൻ ഹോട്ടൽ കമ്പനിയാണ് പ്രോഫിറ്റായിട്ട് രേഖപ്പെടുത്തിയത് 599.9 കോടി രൂപയാണ്. പ്രോഫിറ്റിൽ 14.8% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
റവന്യൂ ആയിട്ട് രേഖപ്പെടുത്തിയത് 2765.3 കോടി രൂപയാണ്. 14% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ റവന്യൂവിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്തത് JSW എനർജി എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 9% ഇടിവാണ് വന്നിരിക്കുന്നത്. 371.6 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് ഈ ക്വാർട്ടറിൽ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 41% വളരെ ശക്തമായിട്ടുള്ള ഒരു വർധനവ് കാണാം. 4498.6 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു മികച്ച റിസൾട്ട് രേഖപ്പെടുത്തിയ കമ്പനി സാറ്റിൻ ക്രെഡിറ്റ് കെയർ നെറ്റ്വർക്കാണ്. പ്രോഫിറ്റിൽ 234% വർധനവ് മാത്രം ഈ ക്വാർട്ടറിൽ വന്നിരിക്കുന്നത്. 136.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂ ആയിട്ട് രേഖപ്പെടുത്തിയത് 46% വർധനവാണ്. 811.6 കോടി രൂപയായിട്ടാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു നല്ല റിസൾട്ട് രേഖപ്പെടുത്തിയ കമ്പനി ആനന്ദ് രാജാണ്. പ്രോഫിറ്റിൽ 23.6% വർധനവ് ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തു. 146.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 19.6% വർധനവ് വന്നു. 646.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത JB കെമിക്കൽസ് ആൻഡ് ഫാർമ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ വലിയ ഇടിവാണ്. പ്രോഫിറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 101.4 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 30.4% ഇടിവ് വന്നിരിക്കുന്നു. റവന്യൂവിൽ 4.8% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 904.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത് പാരാദീപ് ഫോസ്ഫേറ്റ്സ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 9.6% ഇടിവാണ് ഈ ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 155.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 12.1% വർധനവ് റിപ്പോർട്ട് ചെയ്തു. 4702 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് സിർമ SGS ടെക്നോളജീസ് എന്ന കമ്പനി. പ്രോഫിറ്റിലും റവന്യൂവിലും നല്ല വർധനവാണ്. പ്രോഫിറ്റിൽ 54.6% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 101.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 58.5% മികച്ച ഒരു വർധനവ് തന്നെ. 1465 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത് ഹെറിറ്റേജ് ഫുഡ്സ് എന്ന കമ്പനി. പ്രോഫിറ്റിൽ വലിയ ഇടിവാണ്. 36.7% ഇടിവ് വന്നിരിക്കുന്നു. 24.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 10.4% വർധനവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്, ടാറ്റ പവർ കമ്പനി, ബർജർ പെയിൻസ് ഇന്ത്യ, ക്ലീൻ മാക്സ് എൻവിറോ എനർജി സൊല്യൂഷൻസ്, കൊഹാൻകോ ലൈഫ് സയൻസസ്, ഡിക്സോൺ ടെക്നോളജീസ്, ഇനോക്സ് ഇന്ത്യ, കൽപ്പതാരു മാക്സ് ഫിനാൻഷ്യൽ സർവീസസ്, വൺ മൊബിക്വിക് സിസ്റ്റംസ്, MTAR ടെക്നോളജീസ്, നസാറ ടെക്നോളജീസ്, കീസ്റ്റോൺ റിയൽടോസ്, ടൊറൻ പവർ, വിഗാർഡ് ഇൻഡസ്ട്രീസ് തുടങ്ങിയവയാണ്. ഇനി ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു നല്ല അവസരം ഇപ്പോഴുണ്ട്. ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാൻ ഇത് ഒരു ട്രേഡിംഗ് കോഴ്സ് ഉണ്ട്. F&O സെഗ്മെന്റിന് സ്പെഷ്യലി ബിൽഡ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി ബിൽഡിംഗ്, കൂടാതെ OI അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച് അങ്ങനെ ഒരുവിധം എല്ലാ ആസ്പെക്റ്റുകളും കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ തന്നെയായിരിക്കും ഇത്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ തൊട്ടുമുകളിൽ നൽകിയ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ FIDA ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ FIs വലിയ സെല്ലിങ്ങിൽ തന്നെയായിരുന്നു. 8438 കോടി രൂപയ്ക്ക് അവർ സെല്ല് ചെയ്തു. DISനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 5940 കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്തത്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരാൻ, നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 1.5% ഇടിവിലായിരുന്നു. നിഫ്റ്റിയിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ബോക്സ് ഫോം ചെയ്തിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അവിടെ നിന്നും ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ടാണ് നമുക്ക് ഒരു 3 ദിവസം മുൻപ് ലഭിച്ചത്. അവിടെ നിന്നും വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടിവാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇന്നലത്തെയും ക്യാൻഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ബിയറിഷ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു ക്യാൻഡിൽ തന്നെയാണത്. ഇപ്പോൾ നിഫ്റ്റി ഉള്ളത് ഒരു മേജർ സോണിൽ തന്നെയാണ്. ഇവിടെ നിന്നും ഒരു റിവേഴ്സൽ വരുമോ എന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ബിയറിഷ്നെസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന പുട്ട് സൈഡിലെ സ്ട്രൈക്ക് ആയിട്ടുള്ള 24,000 തന്നെയാണ്. ഇനി ഒരു മേജർ സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഇപ്പോഴത്തെ നിലയിൽ 23,800 ആണ്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. ബാങ്ക് നിഫ്റ്റിയും ഒരു മേജർ സോണിനരികെ തന്നെയാണ്. നിഫ്റ്റി ബാങ്കിന്റെ ഈ ഒരു സോൺ എന്ന് പറയുന്നത് 53,625 മുതൽ 54,450 വരെയുള്ള സോണാണ്.
കഴിഞ്ഞ ആഴ്ചയാണ് നമുക്ക് ഈ സോണിൽ നിന്നും ഒരു റിവേഴ്സൽ ലഭിച്ചിരുന്നത്. ഇനി ഇത്തവണ ഇതേപോലെ തന്നെ ഒരു റിവേഴ്സൽ ലഭിക്കുമോ എന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഏതായാലും ഈ ഒരു സോൺ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രം പറയാം. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.